ചുളിയിൽ ക്ഷേത്രത്തിലേക്ക് വന്നേക്കാണ്. അവരെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ നാഗക്കളം, നാഗേക്ഷിക്കളം, നാഗരാജക്കളം, അതുപോലെ സന്താനക്കളം, സന്തതിക്കളം, മംഗല്യക്കളം, അതുപോലെ അനന്തശയനം. ഇതാണ് ഏറ്റവും വലിയ കളം, അനന്തശയനം. അതിപ്പോൾ ഈ അടുത്ത വർഷം നമ്മുടെ കുന്നംകുളം പരിസരത്ത് അനന്തശയനം കളം ഉണ്ടാകും. ഒരു തറവാട്ടുക ക്ഷേത്രത്തിൽ നിന്ന് അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വർഷം അത് അനന്തശയനം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് നടത്തുകയാണ് എന്ന് പറയാം. കുന്നംകുളത്തിനടുത്താണ്. താഴശ്ശേരി ചുളിയിൽ ക്ഷേത്രത്തിലേക്ക് വന്നേക്കാണ്. നാഗക്കളം അവസാനിക്കുകയാണ് ഇന്നത്തോട് കൂടിയിട്ട്, ഭൂതക്കളത്തോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത്. ഇന്ന് ഭൂതക്കളാണ്. അപ്പോൾ നമുക്ക് ഭൂതക്കളത്തിൻ്റെ വീഡിയോ കാണാം. അതുപോലെ നമുക്കിവിടെ ഈ കളം നടത്തുന്ന അവരെ ഒന്ന് കണ്ട് പരിചയപ്പെട്ട് അവരെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. തുടങ്ങാനായി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, സഹകരിക്കുക. പ്രതീക്ഷിക്കുന്നത് തുളസിയേട്ടൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. കാണാം. നമ്മളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. ഒരിത്തിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇവരെ കിട്ടാറില്ല, കാരണം നല്ല തിരക്കുള്ള സമയത്താണ് വരിക. ഞങ്ങൾ വരും, തൊഴും, ഫുഡ് കഴിക്കും, ബാക്കി കളപ്പാട്ട് ഇതൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കും. അപ്പോൾ സംസാരിക്കുന്ന സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് ഭൂതക്കളാണ്. ഇത്തിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ സംസാരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെയാണ്. നമുക്ക് ആളെ പരിചയപ്പെടണ്ടേ? കേടാ ചേട്ടാ, എന്താ പേര്? ചൂണ്ടൽ ഞങ്ങളുടെ അടുത്താണോ? ഈ കളം കുറിച്ചിട്ടുള്ളത് എൻ്റെ അളിയൻ കൃഷ്ണദാസ് നെല്ലുവാഴി. ഞാനും കളങ്ങൾ എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ടീമിൽ ഒരു ഏകദേശം ഒരു 14 പേരുണ്ട്. ഞങ്ങളത് 14 പേര് കൂടി 11 പേര്, അതിൽ 11 പേര് കൂടിയിട്ടുള്ളൊരു ട്രഡീഷണൽ ആർട്സ് ഗ്രൂപ്പ് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഷ്ടനാഗ ട്രഡീഷണൽ ആർട്സ് ഗ്രൂപ്പ് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇത് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ 11 പേരടങ്ങുന്ന സംഘത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ. ഇപ്പം ഈ വർഷം ഡിസംബർ 21-ാം തീയതിയാണ് ഈ സ്ഥലത്ത് നമ്മൾ ഈ പരിപാടി തുടക്കം. ഇനിയിപ്പോൾ ഇവിടുന്ന് മെയ് മാസം അവസാനം വരെ ഞങ്ങളുടെ ഈ സർപ്പക്കളത്തിൻ്റെ പരിപാടികളായിട്ടുള്ള ഉത്സവങ്ങളാണ്. അപ്പോൾ എല്ലാ തറവാട്ടുക ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെ ഞങ്ങൾ ഈ പരിപാടികൾ അവതരിപ്പിച്ച് തൃശ്ശൂർ ജില്ലയിലല്ല, നമ്മൾ എറണാകുളം ജില്ലയിലും അതുപോലെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലൊക്കെ ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഈ സർപ്പക്കളത്തിൻ്റെ ഈ ഉത്സവങ്ങളുടെ സീസൺ വരുന്നത്. ഞാൻ ഇറങ്ങിയത് എനിക്ക് ഒരു 35 വർഷത്തോളം എനിക്കിതിൻ്റെ പരിചയമുണ്ട്.
അതിനുശേഷം ഈ 35 വർഷക്കാലമാണ് ഞാൻ എനിക്ക് കണ്ടിന്യൂസ് ചെയ്തിട്ട് എല്ലാ വർഷവും ഇവിടെ ഈ താഴ്ശ്ശേരി ചുള്ളിയിൽ ക്ഷേത്രത്തിൽ നിന്നാണ് എനിക്ക് തുടക്കം. ഡിസംബറിൽ ഇവിടുന്നാണ് തുടക്കം. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. ഞാനിപ്പോൾ വർഷം വന്നിട്ടുള്ളത് 20 വർഷത്തിന്റെ മുന്നേ തൊട്ടിട്ട് തുടങ്ങിയതാണ് ഇവിടെ വരാൻ. അതെ, ഇവിടെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ കളഞ്ഞെടുത്ത് നടത്തുന്ന ആൾക്കാരുണ്ട്. ഒക്കെ ഞങ്ങളുടെ ഫാമിലികളാണ്. 11 പേരല്ല, ഇപ്പൊ 14 പേരുണ്ട്. 11 പേര് ഞങ്ങളുടെ സൊസൈറ്റിയിലെ അംഗങ്ങളാണ്. ഇത് നമ്മൾ സാധാരണ നാഗക്കളം, നാഗേക്ഷിക്കളം, നാഗരാജക്കളം, അതുപോലെ സന്താനക്കളം, സന്തതിക്കളം, മംഗല്യക്കളം, അതുപോലെ അനന്തശയനം. ഇതാണ് ഏറ്റവും വലിയ കളം, അനന്തശയനം. അതിപ്പോൾ ഈ അടുത്ത വർഷം നമ്മുടെ കുന്നംകുളം പരിസരത്ത് അനന്തശയനം കളം ഉണ്ടാകും. ഒരു തറവാട്ടുക ക്ഷേത്രത്തിൽ നിന്ന് അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വർഷം അത് അനന്തശയനം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് നടത്തുകയാണ് എന്ന് പറയാം. കുന്നംകുളത്തിനടുത്താണ്. ഇത് തുടങ്ങുന്നത് അതായത് ഡിസംബർ മുതൽ മെയ് മാസം അവസാനം വരെയാണ് നമ്മൾ ഉത്സവത്തിന്റെ സീസൺ. നമ്മുടെ സാധാരണ നാട്ടിൽ എല്ലാ ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ ആ സമയത്താണ് ഇതിന്റെ നാഗങ്ങളുടെ ഉത്സവങ്ങൾ നടക്കാറ്. ഞാൻ എടുക്കുന്നുണ്ട് കളം, എൻ്റെ അളിയൻ എടുക്കുന്നുണ്ട്, എൻ്റെ അമ്മായിയുടെ മകൻ എടുക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മകൻ എടുക്കുന്നുണ്ട് കളങ്ങൾ. ഞങ്ങൾ 4 വിഭാഗമായിട്ടാണ് ഈ കളങ്ങൾ എടുക്കാറ്. അതായത് ഞാൻ ഗുരുവായൂർ, പാവർട്ടി ഇങ്ങനെയുള്ള മേഖല, കുന്നംകുളം മേഖലകളിലൊക്കെ എടുക്കും. എൻ്റെ വൈഫിൻ്റെ ആങ്ങള എരുമപ്പെട്ടി, വടക്കാഞ്ചേരി ആ ഭാഗങ്ങളിലൊക്കെ എടുക്കും. അതുപോലെ എൻ്റെ അമ്മായിയുടെ മകൻ ചേലക്കര, പഴയനൂർ, തിരുവനന്തപുരം ആ ഭാഗങ്ങളിൽ ഞങ്ങൾ 4 ഭാഗമായിട്ടാണ് കളങ്ങൾ എടുക്കുന്നത്. ഇവിടെ സാധാരണ നാഗക്കളം, നാഗേക്ഷിക്കളം നടത്തിയിട്ടുണ്ട്. സന്താനക്കളം മിനിഞ്ഞാന്ന് സന്താനക്കളായിരുന്നു. മിനിഞ്ഞാന്ന് സന്താനക്കളം അതൊക്കെ നടത്തിയിട്ടുണ്ട്. അഷ്ടനാഗക്കളം അങ്ങനെയുള്ള. ഈ കളം നടത്തുന്ന സമയത്ത് ഇങ്ങനെ കോമരങ്ങൾ ആടി വരുമ്പോ ഇവിടെ ഇപ്പൊ ഈ സന്നിധിയില്, ഈ ക്ഷേത്ര സന്നിധിയില് നാഗങ്ങളാടി വരുന്നത് നാഗേക്ഷി, അതുപോലെ അഞ്ജനനാഗം, മണിനാഗം, കരിനാഗം അങ്ങനെയുള്ള നാഗങ്ങളാണ് ഇവിടെ ആടി വരുന്നത്. അത് ഓരോ ക്ഷേത്രങ്ങളിലെ സംബന്ധിച്ചിട്ട് അവിടുത്തെ ആവാഹനത്തിനനുസരിച്ചിട്ട് അവിടുത്തെ പ്രതിഷ്ഠയ്ക്കനുസരിച്ചിട്ടാണ് ആളുകളും ആടി വരുന്നത്, സ്ത്രീകൾ ആടി വരുന്നത്. ചേട്ടൻ പറഞ്ഞില്ലേ നമ്മള് പാലക്കാട്, എറണാകുളം, കോഴിക്കോട് അങ്ങനെയൊക്കെ കുറെ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ഈ കേരളത്തിലല്ലാണ്ട് പുറത്ത് എങ്ങനെയാ ചെയ്യാൻ? ഞങ്ങൾ ഈ കളങ്ങളായിട്ട് നമ്മൾ ഈ ട്രഡീഷണലി ഈ ആചാരാനുഷ്ഠാന കലാന്ന് ഇതിനെ പറയുക ഈ പരിപാടിയായിട്ട് നമ്മൾ പോയിട്ടുള്ളത് കേരളത്തിന് പുറത്ത് നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്, കർണാടകയിലൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ പിന്നീട് പോയിട്ടുള്ളത് ഇവിടുത്തെ ഈ കലാപരമായിട്ടുള്ള ഈ സർപ്പക്കളം നാഗാരാധന സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ വിദേശ രാഷ്ട്രങ്ങളിലാണ് പോയിട്ടുള്ളത്. അതായത് യൂറോപ്പ് കൺട്രീസിൽ ആദ്യം പോയിട്ടുള്ളത് ഫ്രാൻസിൽ പോയിട്ടുണ്ട്, പിന്നെ പാരീസിൽ പോയിട്ടുണ്ട്, അവസാനം ഡെൻമാർക്കിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ ഈ കലകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഈ തനതായ കലാരൂപം ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈശ്വരൻ്റെ ദൈവാനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ടീമാണ് ഞങ്ങൾ. അതായത് കേരളത്തിൽ
ആദ്യമായിട്ട് പോയിട്ടുള്ളത് ഞങ്ങളുടെ ഈ ടീമാണ്. എന്താ പറയുക ടീമിന്റെ? ഇത് അഷ്ടനാഗ ട്രഡീഷണൽ കൾച്ചറൽ സൊസൈറ്റി തൃശ്ശൂർ. 2-3 ദിവസമായി അടുപ്പിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്, നമ്മളത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് കണ്ടതിൽ വെച്ചിട്ട് കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മളത് കണ്ട് ആസ്വദിക്കുന്നുണ്ട് എല്ലാവരും. കാരണം കളാണെങ്കിലും പാട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ലതാണ്. അപ്പോൾ ഇവരുടെ ടീമിൻ്റെ പേരെന്ന് പറയുന്നതെങ്കിൽ അഷ്ടനാഗ ട്രഡീഷണൽ ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി തൃശ്ശൂർ എന്നാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, എന്നിട്ട് ഇഷ്ടപ്പെടുകയാണ് അവരെ ആർക്കെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യണം. ഇന്ന് ഇവിടെ ഭൂതക്കളാണ്, അപ്പം നമുക്ക് അതിനെ കുറിച്ചിട്ട് ആദ്യം സംസാരിക്കാം. ഭൂതക്കളത്തിനെ കുറിച്ചിട്ട് എങ്ങനെയാ പറയാ? ഇന്നിപ്പോ 4ാമത്തെ ദിവസമാണ് ഭൂതക്കളം. ഈ കളത്തിനോട് കൂടിയിട്ടാണ് ഭൂതക്കളം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നാഗങ്ങൾക്ക് കൊടുക്കുന്നുവോ ഒരു കളം ഭൂതത്തിനാണ്. നാഗഭൂതത്താണ് നാഗങ്ങളുടെ നിധി കാക്കുന്നത്. ഞാൻ ഭൂതക്കള ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് ഭൂതക്കളാണ്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഭൂതക്കുളത്തിനെ കുറിച്ചിട്ട്. ഭൂതക്കളത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാഗക്കളങ്ങൾ എത്ര നടത്തിയാലും ഒരു കളം ഭൂതത്തിനാണ്. അതായത് നാഗങ്ങളുടെ നിധി കാക്കുന്നതാണ് നാഗഭൂതത്താൻ. അപ്പോൾ ഒരു കളം നാഗഭൂതത്താന വേണം, അവസാന കളമായിരിക്കണം അത് നാഗഭൂതത്താന കൊടുക്കുന്നത്. അതോട് കൂടിയിട്ട് ഈ നാഗക്കളത്തിന്റെ ചടങ്ങുകൾ അവസാനിക്കും. ഇപ്പൊ എല്ലാ അമ്പലത്തിലും ഇപ്പൊ പോകുന്നിടത്തൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. നമ്മുടെ അവിടെ അങ്ങനെ ഭൂതക്കളം ചില ആളുകള് ഭൂതക്കളങ്ങള് വേണ്ട, നാഗക്കളം മാത്രം നടത്തിയിട്ട് ഒരു അഷ്ടനാഗക്കളം നടത്തിയിട്ട് അവസാനിപ്പിക്കാം എന്ന് പറയുന്ന കുടുംബക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് നമ്മൾ അഷ്ടനാഗക്കളം നടത്തിയിട്ട് അവസാനിപ്പിക്കുകയാണ് സാധാരണ ചെയ്യും. നടത്തണോണ്ട് കുഴപ്പമൊന്നുമില്ല, നടത്തണോണ്ട് കുഴപ്പമൊന്നുമില്ല. അത് നമ്മളിപ്പോൾ അഷ്ടനാക്കളായിട്ടോ ഇപ്പൊ സന്താനക്കളായിട്ടോ സന്തതികളായിട്ടോ അങ്ങനെ നടത്തിയിട്ട് അവസാനിപ്പിക്കും. കഴിഞ്ഞ ഡിസ്ക്രിപ്ഷനില് നമ്മളെ നമ്പർ ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ തുടങ്ങാനായി. അപ്പൊ എന്തായാലും ഇത്രയും നമ്മളോട് സംസാരിച്ചിട്ടുള്ള ഒരുപാട് ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.